പുതുതായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും ഇനി അഥവാ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും ഈ പറയുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ക്ലെയിമിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം കാണാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പുതുതായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ പ്രപ്പോസലിൽ നമ്മൾ നിലവിൽ നമുക്കുള്ള രോഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി അതിൽ നിങ്ങൾ കാണിക്കണം. അത് നിങ്ങൾ പോർട്ട് ചെയ്യുന്ന പോളിസിയിലായാലും ഇതൊക്കെ കാണിക്കണം. ആദ്യത്തെ കമ്പനി നിങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പുതിയ പോർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ നമ്മളിത് കാണിക്കണം. അത് നോക്കിയതിന് ശേഷമാണ് ഈ പോളിസി അണ്ടർറൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോളിസി നിങ്ങൾക്ക് തരണോ തരണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനി തീരുമാനിക്കുക. നിങ്ങൾ കാണിച്ചിട്ടും കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്ലെയിം റിജക്ഷൻ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് കേസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോളിസി വരുന്ന സമയത്ത് അവർക്ക് കഴിഞ്ഞ ഓപ്പറേഷൻ കേസ് പറയാതിരുന്ന് അവസാനം അടുത്തൊരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി ചെല്ലുന്ന സമയത്ത് ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറയും. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നത് അത് ഡോക്ടറായിട്ട് മെൻഷൻ ചെയ്യും. മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ക്ലെയിമിന് അത് ഒരുപക്ഷെ ക്ലെയിം കിട്ടാതിരിക്കാൻ തന്നെ കാരണമായിട്ട് മാറാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസോ LIC പോളിസിക്കോ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് വോയിസ് ഇടുക. പരമാവധി എന്നെ വിളിക്കാതിരിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ തിരക്കുള്ള ഒരാളാണ്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അത് എനിക്ക് എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ആ സമയത്ത് നിങ്ങൾ വോയിസ് ഇടുകയാണെങ്കിൽ എനിക്ക് സൗകര്യം പോലെ നിങ്ങളെ തിരിച്ച് നിങ്ങൾക്ക് വോയിസ് ഇടാനോ വിളിക്കാനോ സാധിക്കും. അതിനാലാണ് പരമാവധി വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ഇടാൻ പറയുന്നത്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷെ പരമാവധി അതിൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.